നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വില. നമ്മളുടെ വിഭവങ്ങളുടെ വില നിശ്ചയിക്കുന്നതിൽ നമുക്ക് വില കൂടിപ്പോയാൽ കസ്റ്റമർ നഷ്ടപ്പെടും, വില കുറഞ്ഞു പോയാലും കസ്റ്റമർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ നേരിടാറുണ്ട്. എന്നാൽ വില കുറയുന്നത് ബിസിനസ് കൂടുതൽ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം റെസ്റ്റോറൻറ്റ് ഉടമകളും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ പൊസിഷനിങ് താഴ്ന്നുകൊണ്ട് നിങ്ങൾ വില കുറച്ച് എത്രത്തോളം നിങ്ങൾ വില കുറയ്ക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാറില്ല. അതേസമയം വില കൂട്ടി നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വില കൂട്ടി നമ്മൾ നിശ്ചയിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഭയം എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾ നമ്മളെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾക്കും നമുക്ക് പരിഹാരം കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ മെനു എഞ്ചിനീയറിംഗ് സമയത്ത് നമ്മൾ വിഭവങ്ങൾക്ക് വില നിശ്ചയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ വിലയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അതിന്റെ ഫുഡ് കോസ്റ്റ് എടുക്കും. രണ്ട്, നമ്മുടെ ഓവർഹെഡ് എക്സ്പെൻസുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ വിലയിരുത്തും. മൂന്ന്, നമുക്ക് എത്ര പ്രോഫിറ്റ് നിലനിർത്തണം എന്നുള്ളത് നമ്മൾ നോക്കും. ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. ഇങ്ങനെ വില നിശ്ചയിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ പൊസിഷനിങ് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ, കസ്റ്റമറിന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത്, അതാണ് നിങ്ങളുടെ പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള കസ്റ്റമറിന്റെ പൊസിഷനിങ്ങുകളുണ്ട് ഇല്ലേ? ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എന്ന് പറയുന്ന മൂന്ന് പൊസിഷനിങ്ങിലൂടെയാണ് നമ്മൾ കസ്റ്റമറെ വിലയിരുത്താറുള്ളത്. അപ്പൊ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ കൂടുതൽ മൂല്യം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂല്യം എന്ന് പറയുന്നത് അവരുടെ പ്രൈസിങ് മാത്രമാണ്. അതേസമയം മിഡിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രൈസും അതേപോലെ തന്നെ വാല്യൂവും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിൽ ബിസിനസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വലിയ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നത്. ദെൻ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ആണ്, അല്ലെങ്കിൽ പ്രീമിയം ക്ലാസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല മൂല്യമുള്ള പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൈസിങ്ങിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വരുന്നില്ല. വില അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് എന്ന് പറയുന്ന അവസ്ഥ അവരുടെ മുമ്പിൽ വരില്ല. അവർക്ക് നല്ല വാല്യൂ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, നല്ല ആംബിയൻസും നല്ല ഫീലിങ്സും കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമർ ആരാണ് എന്നുള്ളതിനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാൻ. അപ്പൊ അതിനനുസരിച്ചുള്ള പൊസിഷനിങ്ങിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കൊണ്ടുവരണം. ഇവിടെ നമുക്ക് വില നിശ്ചയിക്കപ്പെടുമ്പോൾ നമ്മുടെ കസ്റ്റമറെ നഷ്ടപ്പെടുമെന്നുള്ള പേടി നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ പൊസിഷനിങ് ചെയ്തിരിക്കുന്നത് അപ്പർ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക. നമ്മളുടെ പൊസിഷനിങ് മിഡിൽ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല മൂല്യവും അതേപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജിയും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. നമ്മളത് ലോവർ ക്ലാസ്സിലാണ് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മളുടെ പ്രൈസ് മാത്രമാണ് അവർക്ക് പ്രശ്നം. ആ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അവിടെ മൂല്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ അടുത്തത്, നമുക്ക് ഈ ഒരു പ്രശ്നം, നമുക്ക് വില കൂടി പോകുന്നു എന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ വില കൂടുതലാണ് എന്നുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് മെനു എഞ്ചിനീയറിംഗിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ്. നിങ്ങളുടെ മെനുവില് നിങ്ങളുടെ ഈ വിഭവത്തിന്റെ തൊട്ടടുത്ത് വില അതിനേക്കാൾ കൂടുതൽ വിലയുള്ള ഒരു ഉൽപ്പന്നം നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു കോംബോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു കോംബോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കോംബോയോട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ മെനുവിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അപ്പൊ എന്തായി, ഈ രണ്ട് മെനുകൾ നോക്കുന്ന സമയത്ത് പ്രൈസ് കുറവുള്ള കോംബോ ഇതാണ് എന്നുള്ളതിലേക്ക് ഉപഭോക്താക്കളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവരുടെ തിങ്കിങ് മാറും. അവിടെ പർച്ചേസ് നടക്കും. അപ്പൊ അവിടെ അവർക്ക് വില കൂടുതലാണ് എന്നുള്ള ഫീൽ വരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വില കൂടിയ കോംബോ മറ്റതാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. അവർ വില കുറഞ്ഞ ഒരു കോംബോയിലേക്ക് അവർ മാറും. ഇത് സൈക്കോളജിക്കലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതേപോലെ വില കുറച്ച് വിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമറെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബിസിനസ്സിൽ നല്ല കസ്റ്റമറുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നല്ല പണത്തിലല്ല അവരുടെ പ്രശ്നം, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കിട്ടേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്ന കസ്റ്റമറുടെ ഒരു ഗ്രൂപ്പ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വില കുറച്ച് വിൽക്കുന്നതിലേക്ക് നമ്മൾ പോകരുത്.
നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല സർവീസ് കൊടുത്തുകൊണ്ട്, മികച്ച സർവീസ് കൊടുത്തുകൊണ്ട് കൂടുതൽ വിൽപ്പന നടത്തുന്ന സ്ട്രാറ്റജിയിലേക്ക് അഥവാ അപ്സെല് പ്രോസസ്സുകൾ ചെയ്യുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകണം. അവരിൽ നിന്ന് കൂടുതൽ വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജി വികസിപ്പിക്കുകയാണ് വേണ്ടത്. വില കുറച്ചു കൊണ്ടുവരികയല്ല വേണ്ടത്. പകരം അവിടെ മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിൽപ്പന നടത്തുക. അവരിൽ നിന്ന് കൂടുതൽ റവന്യൂ നമ്മൾ നേടിയെടുക്കുക നിലവിലുള്ള കസ്റ്റമറിൽ നിന്ന്. ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വില കുറച്ച് വിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊസിഷൻ ചെയ്ത കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവർ നമ്മളെ വിട്ടു പോകും. അവരെന്താ പ്രതീക്ഷിക്കുക? ഇവിടെ വില കുറച്ചു, ഇനി അവിടെ ക്വാളിറ്റിയും കുറയും, ഇതുവരെയുള്ള ക്വാളിറ്റി ഒന്നും അവിടെ കിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് അവർ അത്തരം അവസ്ഥയിലേക്ക് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നീട് വന്ന് കഴിക്കുന്ന ഫുഡുകളിലൊക്കെ അവർ ക്വാളിറ്റി കുറവ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലേ? നിങ്ങൾക്ക് വില കുറയ്ക്കുമ്പോൾ നോർമലി എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി കുറയ്ക്കേണ്ടി വരും. ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. വില കുറയ്ക്കുമ്പോൾ നമുക്ക് നഷ്ടം സഹിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കസ്റ്റമർക്ക് വിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളിൽ ആ വിലക്കുറവ് വരുത്തിയതിന് അനുപാതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും? വിഭവങ്ങളിൽ ക്വാളിറ്റി കുറയും. ഇത് കസ്റ്റമർക്ക് ഫീൽ ചെയ്യും. കസ്റ്റമർ നമ്മളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. പകരം നമ്മളിലേക്ക് വരുന്ന കസ്റ്റമർ ആരായിരിക്കും? കുറഞ്ഞ വിലക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറുള്ള കുറച്ച് കസ്റ്റമേഴ്സ് കടന്നു വരും. പക്ഷെ ആദ്യത്തെ കസ്റ്റമർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന വരുമാനത്തിന്റെ അത്രത്തോളം വരുമാനം പിന്നീട് വരുന്ന കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പൊ അവിടെ എന്താണ് നമുക്കുള്ള മാർഗം? നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുക, നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കുക, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സർവീസുകളുടെ ഗുണം വർദ്ധിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അവര് സാധാരണ നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്സെല്ല് ചെയ്യാൻ വേണ്ട ഉൽപ്പന്നങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക. മറ്റൊരു മാർഗം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിംഗ്. ഇല്ലേ? എന്താണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ്? നമ്മളൊരു വിഭവത്തിന് വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പ്രൈസ്, നമുക്കൊരു 20 രൂപ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഒരു ഉൽപ്പന്നത്തിന്. നമ്മൾ എന്ത് ചെയ്യും? 20 രൂപ 20 എന്നിട്ടിട്ട് പിന്നെ 0 ഇപ്പുറത്തേക്ക് പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ടിട്ട് ആണ് നമ്മൾ പ്രൈസിംഗ് ഒക്കെ കൊടുക്കുക. കാണാനുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ നോക്കുക. ഇത് വലിയ മിസ്റ്റേക്കാണ്. ആളുകളിൽ വലിയൊരു വില എന്നുള്ള രൂപത്തിലേക്ക് അവർ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് 20 രൂപ എന്നുള്ള ഒരു ഫീല് അവർക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് ആ പ്രൈസിങ് രീതി മാറും. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റുപ്പയുടെ ഒരു ഐക്കണും ഇട്ട് കൊടുക്കും. ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഇടാൻ പാടില്ല. ഇതിന് പകരം ഐക്കൺ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഐക്കൺ ഇടണ്ട. നിങ്ങൾ പ്ലെയിൻ ആയിട്ട് നിങ്ങളുടെ പ്രൈസ് മാത്രം 0.00 എന്നുള്ളതൊന്നും ഇടാതെ നിങ്ങൾ 20 എന്നുള്ളത് മാത്രം ഇടുന്നതിലേക്ക് നിങ്ങൾ പോവുക. ഇതിന് പകരം നമ്മൾ മറ്റൊരു സൈക്കോളജിക്കൽ പ്രൈസിങ് രീതി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ 19.95 അല്ലെങ്കിൽ 99 എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രൈസിങ് രീതി ഉപയോഗിക്കാറുണ്ട്. ഇതും നിങ്ങൾക്ക് ഇവിടെ പരീക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ഡിജിറ്റുകൾ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് കയറുന്നത് 20 രൂപയാണ് നിങ്ങൾ എഴുതിയതെങ്കിലും അവിടെ ഒരുപാട് ഡിജിറ്റ് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിയർ വരുന്നുണ്ട്. പ്രൈസിങ് ഫിയർ എന്ന് പറയുന്നത്. ഈ ഫിയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ അവിടെ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മെനുകളിൽ കൂടുതൽ വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അഥവാ നല്ല ഉൽപ്പന്നങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരേണ്ട ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ മെനുവിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിനൊരു പ്രത്യേക ഡിസൈനും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വാചകങ്ങളും അതിന്റെ ടൈറ്റിലുകളും ഒക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ മെനുകളെ ഇതിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അട്രാക്ട് ചെയ്തുകൊണ്ട് ആളുകൾ അത് പർച്ചേസിലേക്ക് വരും. അപ്പൊ അവിടെ വില കൂടി എന്നുള്ള പ്രശ്നമല്ല നോക്കുക. ഇതിന് ഒരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. പ്രൊഫഷണൽ ഫോട്ടോ ആണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട്, ഇത് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റി ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഫീല് കസ്റ്റമർക്ക് കിട്ടും. ഇത് നോക്കിക്കൊണ്ട് കസ്റ്റമർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെനു എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വില കൂടുതലാണ് എന്നുള്ളത് കസ്റ്റമർ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് വില കുറയ്ക്കേണ്ട അവസ്ഥ വരുന്നതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെനു എഞ്ചിനീയറിംഗ് രീതികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു.